നാട്ടിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ശിവലിംഗത്തെയും അപമാനിക്കുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത്? ചെറ്റത്തരെന്നോ തെണ്ടിത്തരെന്നോ പറയാൻ പറ്റുന്ന തരത്തില് ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവൻ, ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവലിംഗം, ഭാഗ്യക്കുറിയിൽ എന്തിനാ യോനിയിൽ നിന്ന് രക്തമൊഴുകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? ശരി, 3 CPM-കാർ പ്രതിയായി, 3 CPM-കാർ പ്രതിയായി. അതേപോലെ 3-4 കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ. സ്വർണം കെട്ടിട്ട് ജയിലിൽ അന്വേഷണം കഴിഞ്ഞോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കാത്തത് 3 CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, റിമാൻഡിലാണ് അവർ. 4-മത്തേത് ആര്? മുൻ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടോ അതുപോലെ പ്രശാന്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംശയം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ നിൽക്കുമ്പോഴാണ് താങ്കൾ ചോദിക്കുന്നത് അടുത്ത പ്രതിയായി വരുമോ എന്ന്. ഇതൊക്കെ കൃത്യമായി വസ്തുതകൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. അല്ല, ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിൽ വരാം. പക്ഷെ ആര് പ്രതിയാകും ആര് പ്രതിയാവില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി വരച്ചു വെച്ച വഴിയിലൂടെയാണ്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വെട്ടിവെച്ച വഴിയിലൂടെയാണ് ഇന്ന്, ആ ചാലിലൂടെയാണ് ഇന്ന് SITയുടെ അന്വേഷണം പോകുന്നത്. അതുകൊണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാവില്ല. ഇയാൾക്ക് എങ്ങനെ അറിയാം പ്രതിയാവില്ല എന്ന്? ഇത് ഇയാൾക്ക് മാത്രമല്ല, അരുൺകുമാറിന് മാത്രമല്ല, CPM-കാർക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളിയില്ലാതായോ? ഈ സാറ്റർഡേ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തിനത് രഹസ്യമാക്കി വിളിക്കണം? ഇതെന്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും അറിയുന്ന തരത്തിലേക്ക്, ഈ രഹസ്യമായി അറിയാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ അറിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാതെ, മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങളോട് പോലും പറയാതെ, ഈവൻ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാതെ ഒരു രഹസ്യമായി പോകേണ്ട ആവശ്യം എന്താ? സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാന്യനാണെങ്കിൽ, പ്രശാന്ത് ഒരു കള്ളനല്ലെങ്കിൽ, എന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ദേ പോകുന്നു എന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശമാണ്. അല്ലെങ്കിൽ അങ്ങനെ വരില്ല. കാരണം വളരെ കൃത്യമാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിക്കണം. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഈ പിണറായിയുടെ സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളെ തകർക്കണം, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം, ഹിന്ദുത്വത്തെ തകർക്കണം. അതൊരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാ. നിങ്ങൾ കണ്ടില്ലേ സുവർണ കേരളത്തിന്റെ പുതിയ കുറി വന്നിരിക്കുന്നു, കേരളത്തിന്റെ പുതിയ ഭാഗ്യക്കുറി ടിക്കറ്റ്. നിങ്ങളൊന്ന് അഭിലാഷ് അത് കണ്ടോന്ന് എനിക്കറിയില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിലെ ചിത്രം? അത് സഹിക്കാൻ പറ്റൂല സാർ. ഒരു ഭാഗ്യക്കുറിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശിവലിംഗത്തിലേക്ക് ഒരു യോനിയിൽ നിന്ന് ആർത്തവ രക്തം ഒഴിക്കുന്നത്. എന്തിന്റെ കേടാണെന്ന് ഇവന്മാർക്ക് എന്തിന്റെ കേടാ? ആ മന്ത്രി രാജിവെക്കണ്ടേ? ഇത് ചെയ്ത സെക്രട്ടറി, ആ സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണ്ടേ? ഭാഗ്യക്കുറിയുടെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണ്ടേ? ഇവര് മാപ്പ് പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ശിവലിംഗത്തെയും അപമാനിക്കുകയല്ലേ ഇവന്മാർ ചെയ്യുന്നത്, ഈ കള്ളന്മാർ ചെയ്യുന്നത്? ചെറ്റത്തരെന്നോ തെണ്ടിത്തരെന്നോ പറയാൻ പറ്റുന്ന തരത്തില് ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവൻ, ഭാഗ്യക്കുറിയിൽ എന്തിനാ ശിവലിംഗം, ഭാഗ്യക്കുറിയിൽ എന്തിനാ യോനിയിൽ നിന്ന് രക്തമൊഴുകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന്റെ പിന്നിൽ? പറ്റാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ ഇറങ്ങിപ്പോകാൻ പോരെ. എന്തോ ഒരു ആർട്ടാണ് ഇത്. താങ്കൾ പറയുന്ന പോലെ ശിവനും ശിവലിംഗവും രക്തവും ഒക്കെ ആണെന്ന് എനിക്കറിയില്ല. കാണുന്ന ഓരോ ആളുകൾക്കും ഓരോ തരത്തിലല്ലേ അതിന്റെ വ്യാഖ്യാനം. അത് CPM കാര്യമാണ്, കണ്ടാ മനസ്സിലാവും. ശരി, അത് CPM വിശദീകരിക്കണല്ല. ചിത്രം കണ്ടാ മനസ്സിലാവുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ശബരിമല ക്ഷേത്രമായാലും ശരി,
ഒരു മിനിറ്റ്, ഞാൻ കഴിഞ്ഞു, ഒറ്റ വരിയിൽ തീർക്കാം. ശബരിമല ക്ഷേത്രമാണെങ്കിലും ശരി, ഈ നാട്ടിലെ തിരുവിതാംകൂർ ശ്രീ പത്മനാഭ ക്ഷേത്രമാണെങ്കിലും ശരി, കള്ളത്തരം, കൊള്ള ചെയ്യുക, സാധനങ്ങൾ അടിച്ചു മാറ്റുക, ഇത്രയും കാലം വിപ്ലവ ചിന്തയായിരുന്നു. ഇപ്പൊ ലിംഗം, യോനി, സ്വർണം, ആ സ്വർണ്ണ ചിന്ത, യോനി ചിന്ത ഇപ്പൊ ഈ വിപ്ലവ വായാടികളായ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. കഷ്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് SIT യുടെ അന്വേഷണം ശരിയല്ല. ശരി, ഓക്കെ. CBI വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. അന്വേഷിക്കണം എന്ന് BJP പറഞ്ഞത്. ശരി, ശ്രീ MK ഹരിദാസ് ഉണ്ട്. അതിനു മുമ്പ് ഈ ഇപ്പോ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും മറുപടി ഉണ്ടോ ശ്രീ അരുൺകുമാർ? ഈ പറഞ്ഞതുപോലെയൊക്കെയാണോ? ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലില്ല. ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത്. വരാം. ഇപ്പോൾ ചർച്ചയിൽ 3 തവണ ശ്രീ അഭിലാഷ് ആവർത്തിച്ചു പറഞ്ഞു 3 CPM-കാർ പ്രതിയായി, 3 CPM-കാർ പ്രതിയായി. അതേപോലെ 3-4 കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ. ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന INTUC കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള സംഘടനയാണ് എന്ന് താങ്കൾക്ക് അറിയില്ലാത്തതല്ലോ. ആരാ ഈ KS ബൈജു? ആരാ ഈ KS ജയശ്രീ? ആരാ ഈ ശ്രീകുമാർ? അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു 3 CPM-കാർ പ്രതിയായി. നമുക്ക് അറിയാവുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി വന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ് അരുൺകുമാർ, അത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ യൂണിയൻ ഒക്കെ കാണും. കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെ ഒക്കെ യൂണിയൻ എല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഇവിടെ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള 3 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ സർവീസ് സംഘടനകളിലൊക്കെ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവരുടെ പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വെച്ച ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിയോഗിച്ച, അതിനെ ഭരിക്കാൻ നിയോഗിച്ച ആളുകളാണ് അഴി എണ്ണുന്നത് ജാമ്യം പോലും കിട്ടാതെ. ശ്രീ അരുൺകുമാർ, അതല്ല ഉദ്ദേശം. ഈ ഇലക്ഷൻ സമയത്ത് അതിനു മുമ്പ് തന്നെ, ഇലക്ഷന്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളിലേക്കൊക്കെ എല്ലാ കാര്യങ്ങളും എത്തിയിരുന്നു. എല്ലാം തുറന്നു വെച്ച പുസ്തകം മാതിരിയല്ലേ ഇത്. ചെമ്പാണ് എന്ന് എഴുതി വെച്ച ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ? ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണ്ടേ? അതിന് ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞൊന്ന് മാറിയിരിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതല്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി അന്നക്കാലത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ആളെ ചോദ്യം ചെയ്തോ? ഒറ്റ കാര്യം, അതായത് ഈ എന്നാ കേരളം ഉണ്ടായത്? എന്നാ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്? എന്നാണ് ദേവസ്വം ബോർഡ് ആക്ട് വന്നത്? എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്ക് അറിവുണ്ടായിരിക്കുമല്ലോ. ദേവസ്വം ബോർഡ് ആക്ട് വന്നത് 1950-ലാണ്. തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞു ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്. നിങ്ങൾക്ക് ചോദിക്കാൻ സഖാക്കന്മാർ സ്വർണം കെട്ടിട്ട് ജയിലിൽ അന്വേഷണം കഴിഞ്ഞോട്ടെ, ആഗ്രഹിക്കാത്തത് ഈ അന്വേഷണ ഏജൻസി ശരിയായ വഴിക്ക് അന്വേഷണം അതുകൊണ്ട് കൃത്യമായി അന്വേഷണ ഏജൻസി അതിശക്തമായി ഹൈക്കോടതിയുടെ മുന്നോട്ട് പോകും. ആര് കുറ്റം ചെയ്താലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം.